വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയ നടപടിയെ ചൊല്ലി ചില സംവാദങ്ങൾ ഉടലെടുത്തിരുന്നു. CPM നേതാവ് KK രാഗേഷിന്റെ ആരോപണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD സ്ഥാനത്ത് നിന്നും ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനിക്ക് വേണ്ടിയാണെന്ന് KK രാഗേഷ് പറയുന്നത് അയാൾക്ക് ദിവ്യ എസ് അയ്യരുമായുള്ള അടുപ്പം കൊണ്ടെന്നത് വ്യക്തമാണ്. KK രാഗേഷ് മുൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്ത ഘട്ടത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക പെരുമാറ്റച്ചട്ടങ്ങളെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുകൾ ഏറെ വിവാദമായിരുന്നു. കർണന് പോലും അസൂയ തോന്നുന്ന തരത്തിലുള്ള കവചമാണ് KKRന്റേതെന്ന അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം കണ്ണൂരിലെ വിവിധ പരിപാടികളിൽ അവർ പങ്കെടുത്തതും ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ പരസ്യമായ സൗഹൃദ പ്രകടനങ്ങൾ കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനും പൊതുജനങ്ങൾക്കും കൃത്യമായി അറിയാവുന്ന കാര്യവുമാണ്. നിയമസഭയിലിരിക്കേണ്ട കോൺഗ്രസ് നേതാവായ ശബരിനാഥൻ ഇപ്പോൾ വാർഡ് കൗൺസിലറായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരിക്കേണ്ടി വന്നത് തന്നെ ഭാര്യയായ ദിവ്യ അയ്യരുടെ ഇത്തരം പ്രവൃത്തി കൊണ്ടാണെന്നുള്ള അടക്കം പറച്ചിലുമുണ്ട് ഇപ്പോൾ. അതേസമയം ഉദ്യോഗസ്ഥ ഭരണരംഗത്ത് അച്ചടക്കവും കാര്യക്ഷമതയും കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം പോർട്ടിന്റെ ചുമതലയിൽ നിന്നും മാറ്റിയതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നടപടിയെ പൊതുസമൂഹവും ഉന്നത IAS ഉദ്യോഗസ്ഥരും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നുണ്ട്. തന്ത്രപ്രധാനമായ തസ്തികകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ റീൽസും വീഡിയോകളും നിർമ്മിച്ച് ജീവിക്കുന്ന ഉദ്യോഗസ്ഥരെ ഇത്തരം നിർണായക പദവികളിൽ നിയമിക്കരുതെന്ന ശക്തമായ നിലപാടാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലുള്ളത്. ദിവ്യ എസ് അയ്യരുടെ പ്രവർത്തികളിൽ സഹികെട്ടാണ് VD സതീശൻ അവരെ മാറ്റിയിരിക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ സതീശന്റെ രാഷ്ട്രീയ ഗുരുവായ കാർത്തികേയന്റെ മരബുകളെ അദ്ദേഹം തീർച്ചയായും വിഴിഞ്ഞത്ത് തുടരാൻ അനുവദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ KK രാഗേഷിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിന് ഒരു പ്രസക്തിയുമില്ല. തിരഞ്ഞെടുപ്പിൽ CPMന് കണ്ണൂർ ജില്ലയിലുണ്ടായ കനത്ത പരാജയത്തിന് പിന്നിൽ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ KK രാഗേഷിന്റെ പങ്ക് വലുതാണ്. സ്വന്തം പാർട്ടിക്ക് പോലും ഒരു കവചം ഒരുക്കാൻ ശേഷിയില്ലാത്ത നേതാവാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് കവചവും ഇറങ്ങിയിരിക്കുന്നെന്ന പരിഹാസം സ്വന്തം പാർട്ടി അണികളിൽ നിന്ന് തന്നെ അദ്ദേഹം നേരിടുന്നുണ്ട്. ഇനി ദിവ്യ എസ് അയ്യരുടെ കാര്യം നോക്കുകയാണെങ്കിൽ പിടിച്ചാൽ പിടിവിടാത്ത കർക്കശ നിലപാട് സ്വീകരിക്കുന്ന IAS ഓഫീസറുടെ പട്ടികയിൽപ്പെടുന്ന ആളൊന്നുമല്ല ദിവ്യ എസ് അയ്യർ. സബ് കളക്ടറായിരിക്കെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ ചരിത്രമുള്ള ദിവ്യ എസ് അയ്യരെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിലെ പദവിയിൽ നിന്ന് സ്ഥലം മാറ്റിയത് ഈ തുറമുഖ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കാനാണെന്ന് KK രാഗേഷ് പറഞ്ഞ അത് CPM പ്രവർത്തകർ പോലും പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുക. ദിവ്യ എസ് അയ്യർ സർക്കാർ ഭൂമി പതിച്ചു നൽകിയതിനെതിരെ ഒന്നാം പിണറായി സർക്കാരിൽ പരാതി നൽകിയത് തന്നെ ഇപ്പോഴത്തെ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ V ജോയിയാണ്. പരാതി നൽകുമ്പോൾ അദ്ദേഹം MLA മാത്രമായിരുന്നു. CPM നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ദിവ്യ എസ് അയ്യരെ അന്ന് പിണറായി സർക്കാർ സ്ഥലം മാറ്റിയിരുന്നത്. ഈ ഭൂമി കൈമാറ്റം സംബന്ധിച്ച് അന്നത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ വാസുകിയുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും റിപ്പോർട്ട് പരിശോധിച്ചാൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് ദിവ്യ എസ് അയ്യർ നേരിടേണ്ടി വരുമായിരുന്നത്. അവിടെയാണ് KK രാഗേഷിനെ പോലുള്ളവർ രക്ഷകരായി അവതരിച്ചിരുന്നത്. ഇതു സംബന്ധമായ ഒരു പരാതി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് ഡയറക്ടർക്ക് മുന്നിൽ വന്നപ്പോൾ സർക്കാർ അനുമതിക്കായി വിജിലൻസ് ഡയറക്ടറേറ്റ് അയച്ചെങ്കിലും ദിവ്യ എസ് അയ്യർക്ക് എതിരായ അന്വേഷണത്തിന് അനുമതി നൽകാതിരിക്കുകയാണ് അന്നത്തെ പിണറായി സർക്കാർ ചെയ്തിരുന്നത്. ഈ ഫയലിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് തീർത്ത കവചത്തെയാണോ ദിവ്യ ആവർത്തിച്ചു പറയുന്ന കർണന് പോലും അസൂയ തോന്നുന്ന KKR കവചമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റിയത് വിഴിഞ്ഞം തുറമുഖത്ത് മുഖ്യമന്ത്രിയുടെ മറ്റെന്തോ അജണ്ട നടപ്പാക്കാനാണെന്ന് പറഞ്ഞാൽ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ആ വാദം വിലപ്പോവുകയില്ല. അതുകൊണ്ടാണ് ഇവരുടെ പഴയ ചരിത്രം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന KK രാഗേഷ് ദിവ്യ എസ് അയ്യർക്ക് എതിരായി തിരുവനന്തപുരത്തെ CPM നേതാക്കൾ നൽകിയ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചാണ് ആദ്യം മറുപടി പറയേണ്ടത്. രാഗേഷ് പറഞ്ഞാലും അല്ലെങ്കിലും ഈ വിഷയം വിജിലൻസ് കോടതിയിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഉണ്ട്.